ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാവലോവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാവലോവയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പോളം ഹെവി ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനാവശ്യമുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൽ ബീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പാവലോവ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ. എഗ് വൈറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അടിച്ചു വെച്ച ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരിയാണ്, കറുത്ത മുന്തിരി, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കിവിയാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷനൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടും ചെയ്യാം, അല്ലാതെ ഹെവി ആയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ കിവി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെയാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ സിമ്പിളായിട്ട് ആദ്യം ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഹെവി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഞാനിനി ഒന്നുകൂടി മൊഞ്ച് കൂട്ടാണ്. കുറച്ചും കൂടി ഡെക്കറേഷൻ വേണമെന്ന് തോന്നി. അപ്പോൾ ഒന്നുകൂടി ക്രീമും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ അലങ്കരിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. എഗ് വൈറ്റ് കുറച്ച് ഹാർഡായിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ക്രീമിൻ്റെ കൂടെ ഫ്രൂട്ട്സും ഇതൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ പാവലോയുടെ റെസിപ്പി ഇൻഷാല്ലാ വൈകാതെ തന്നെ ഇടാം. അപ്പം നമുക്ക് സെപ്പറേറ്റ് മേടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും അതൊക്കെ തീറ്റ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യണ ഭാഗമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഒരുപാടുണ്ട്. പിന്നെ ഇൻഷാല്ലാ ഞാനും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.